അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപേ അമേരിക്കൻ സൈനിക സഖ്യത്തിന് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് റഷ്യൻ സൈന്യം വന്നിരിക്കുകയാണ്. നാറ്റോയുടെ F-60 യുദ്ധവിമാനത്തിന്റെ പ്രധാന പരിശീലക പൈലറ്റിനെയാണ് യുക്രൈന്റെ മണ്ണിൽ വെച്ച് റഷ്യ വകവരുത്തിയിരിക്കുന്നത്. മുൻപ് ഇതേ മണ്ണിൽ വെച്ച് F-60 വിമാനങ്ങളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളിൽപ്പെട്ട F-60 പറത്താൻ യുക്രൈൻ പൈലറ്റന്മാർക്ക് പരിശീലനം നൽകിയിരിക്കുന്ന ഡാനിഷ് ഇൻസ്ട്രക്ടർ ജെബ് ഹൻസെനെയാണ് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സെൻട്രൽ യുക്രൈനിലെ ക്രിവോവ് റോഗ് നഗരത്തിലുള്ള പരിശീലന കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിനിടെയാണ് ഹൻസൻ മരിച്ചതെന്ന് ഏജൻസി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ യുക്രൈന് ആയുധങ്ങൾ മാത്രമല്ല പരിശീലകരെ വലിയ രൂപത്തിൽ നാറ്റോ രാജ്യങ്ങൾ നൽകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ യുക്രൈനിനെ സഹായിക്കാൻ എത്തിയ നാറ്റോ സഖ്യത്തിന്റെ അനവധി പരിശീലകർ യുക്രൈനിൽ വെച്ച് കൊല്ലപ്പെട്ടതാണ് പുതിയ വിവരം. റഷ്യക്കെതിരായ യുദ്ധത്തിന് യുക്രൈനിലേക്ക് നാറ്റോ സൈനികരെ അയക്കണമെന്ന ചില സഖ്യരാജ്യങ്ങളുടെ നിലപാടിനെ അമേരിക്ക എതിർക്കാൻ കാരണം തന്നെ വലിയ ആൾനാശം നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവ് തന്നെയാണ്. അമേരിക്കയുടെ ഈ വാദത്തെ സാധൂകരിക്കുന്ന സംഭവമാണ് F-60 പരിശീലകന്റെ മരണത്തോടെ വീണ്ടും നടന്നിരിക്കുന്നത്. റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജെബ് ഹൻസെൻ F-60 ജെറ്റുകൾ പറത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളാണെന്നും ഇതിനകം തന്നെ F-60 വിമാനങ്ങൾ പ്രവർത്തിക്കാൻ നൂറുകണക്കിന് യുക്രൈനികളെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കുറിച്ചിരിക്കുന്നത്. റഷ്യൻ മാധ്യമങ്ങളും ഇത് ഏറെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ സഖ്യകക്ഷിയായ ഡെൻമാർക്കോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയമോ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നെതർലാൻഡും ഡെൻമാർക്കും യുക്രൈനിന് 20 F-60 വിമാനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. 2025-ൽ കൂടുതൽ അയക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതിനു പുറമെ നോർവേ, ബെൽജിയം, ഗ്രീസ് എന്നീ രാജ്യങ്ങളും യുക്രൈന് നിരവധി യുദ്ധവിമാനങ്ങൾ അയക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്തിടെ ഇത്തരത്തിൽ വലിയ രൂപത്തിൽ ആയുധങ്ങൾ കയറ്റി വന്ന ട്രെയിൻ റഷ്യൻ സൈന്യം മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിരുന്നു. യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ കയറ്റുമതി സംഘർഷം വ്യാപിപ്പിക്കുകയുള്ളൂവെന്നും F-60 ജെറ്റുകൾ എത്തിക്കുന്നത് ശത്രുതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോ ബൈഡൻ ആയാലും ട്രംപ് ആയാലും യുക്രൈൻ വിഷയത്തിൽ ഒരടി പിന്നോട്ട് പോകില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. അതിന് അനുസരിച്ചുള്ള സൈനിക മുൻകരുതലും റഷ്യ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. അത്യാധുനിക ആണവായുധങ്ങൾ യൂറോപ്പിലുടനീളം വിന്യസിച്ച് റഷ്യയുടെ ഭീഷണി ചെറുക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ പ്രാഥമിക തെർമോ ന്യൂക്ലിയർ ആയുധങ്ങളുടെ ആയുധവൽക്കരണം പൂർത്തിയാക്കുകയും ചെയ്തു. NNSA അഡ്മിനിസ്ട്രേറ്റീവ് ജിൽ ഹുബ്രയാണ് അറിയിച്ചിരിക്കുന്നത്. ഗുരുത്വാകർഷണ ബോംബിന്റെ B-61-12 വകഭേദം യൂറോപ്പിലെ സൈനിക താവളങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്ക അരനൂറ്റാണ്ടിലേറെയായി ഈ ബോംബിന്റെ ആദ്യ പതിപ്പായ B-61 ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ബിൽ ഹുബ്രി പറയുന്നു. B-61-12 ലൈഫ് എക്സ്റ്റൻഷൻ പദ്ധതി 2008-ലാണ് ആരംഭിച്ചിരുന്നത്. ബോംബിന്റെ ന്യൂക്ലിയർ, നോൺ ന്യൂക്ലിയർ ഘടകങ്ങൾ നവീകരിക്കാനും അതിന്റെ ആയുസ് കുറഞ്ഞത് 20 വർഷമെങ്കിലും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി. 2025 ജനുവരി 1 അമേരിക്ക നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ B-61-12 പദ്ധതി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പുതുതായി വികസിപ്പിച്ചെടുത്ത തങ്ങളുടെ B-61-12 ഗ്രാവിറ്റി ബോംബുകൾ പൂർണ്ണമായും നാറ്റോ രാജ്യങ്ങളെ സൈനിക കേന്ദ്രങ്ങളിൽ വിന്യസിച്ചതായാണ് ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പ്രസ്താവനയിൽ ഹുബ്രി ചൂണ്ടിക്കാണിക്കുന്നത്. നാറ്റോയുടെ ആണവായുധ പങ്കിടൽ പദ്ധതിയുടെ കീഴിൽ ബെൽജിയം, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്, തുർക്കി എന്നിവിടങ്ങളിൽ B-61 ബോംബുകളുടെ ആദ്യ പതിപ്പുകൾ വിന്യസിക്കുകയും ചെയ്തു. പരിഷ്കരിച്ച അത്യാധുനിക B-61-12 ബോംബുകൾ സ്ഥാപിക്കുന്നത് അമേരിക്കയ്ക്ക് പുറത്ത് ബ്രിട്ടനിലാണെന്നും പെന്റഗണിന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബ്രിട്ടനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം വളരെ ശക്തമാണെന്നും ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഒന്നിച്ച് കൈകോർക്കുകയാണെന്നും അതിനായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുക്കുകയാണെന്നുമെന്നും ഹുബ്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല. നവംബറിൽ പെന്റഗൺ ഒരു പുതിയ ആണവ പ്രതിരോധ തന്ത്രം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂക്ലിയർ പവർ ഓഹിയോ ക്ലാസ് അന്തർവാഹിനികളുടെ വർദ്ധിച്ച സന്നദ്ധത, B-61-30 ഗ്രാവിറ്റി ബോംബിന്റെ വികസനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ബോംബിന്റെ പുതിയ വകഭേദം ഉടൻ വികസിപ്പിക്കുമെന്നും പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ആണവശേഷിയുള്ള ബോംബുകളുടെയും മിസൈലുകളുടെയും ആഗോള വിന്യാസം ശക്തമായ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്നും റഷ്യയും ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളെയും ചാരമാക്കാൻ ശേഷിയുള്ള നിരവധി ആണവ മിസൈലുകൾ നാറ്റോ രാജ്യങ്ങൾക്ക് എതിരായി ഇതിനകം തന്നെ റഷ്യ വിന്യസിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിൽ മിക്കതും ലോകത്തെ ഒരു രാജ്യത്തിനും തടയാൻ ശേഷിയില്ലാത്തതാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.